ലോക പോലീസായി അറിയപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക. ഇന്ന് അമേരിക്ക ഒരു കോമാളി രാജ്യമായി മാറിയിരിക്കുകയാണ്. അതിന് കാരണം ആരെന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, അവിടുത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരം തന്നെ അമേരിക്കയ്ക്ക് തലവേദനയായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ വിദേശ നയവും സാമ്പത്തിക നയവും പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത് ഇദ്ദേഹത്തിന്റെ നയം ആ രാജ്യത്തിന് വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഏറ്റവും അവസാനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ആദ്യത്തെ ട്രംപിന്റെ 4 വർഷം അദ്ദേഹം കരുത്തുള്ളവനായിരുന്നു, കൃത്യമായ നിലപാടെടുത്തിരുന്നു. പിന്നീടുണ്ടായ 4 വർഷത്തെ ആ അധികാര കൈമാറ്റത്തിന് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ജനങ്ങൾക്ക് പോലും മനസ്സിലാകുന്നില്ല, അമേരിക്കയിലെ ജനങ്ങൾക്കും മനസ്സിലാകുന്നില്ല. അതിനിടയിലാണ് ഒരു രസകരമായ വാർത്ത പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇന്ത്യയും അതോടൊപ്പം തന്നെ അമേരിക്കയും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നു, അത് നിർത്തലാക്കണം, അത് നിർത്തലാക്കിയാൽ മാത്രമേ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളെന്ന് ട്രംപ് നിരന്തരം ആവശ്യപ്പെടുമ്പോഴാണ് ട്രംപ് എന്ന കോമാളി ഇത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉക്രൈനുമായി ബന്ധപ്പെട്ടാണ്. ഉക്രൈൻ ഏറ്റവും കൂടുതൽ ഡീസൽ നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ഈ ഡീസൽ ഇന്ത്യ എവിടെ നിന്നാണ് വാങ്ങുന്നത്? റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി അതിനെ രൂപഭേദം വരുത്തിയാണ്, സംസ്കരിച്ചാണ് നാം ഈ യുക്രൈനായുള്ള ഡീസൽ നൽകുന്നത്. കാരണം ഇപ്പോൾ വരുന്ന പുതിയ കണക്കനുസരിച്ച് ജൂലൈ മാസം പരിശോധിക്കുമ്പോൾ 15% ഉക്രൈന് വേണ്ടി ഏറ്റവും കൂടുതൽ ഡീസൽ നൽകുന്ന രാജ്യം, ഉക്രൈൻ ഏറ്റവും കൂടുതൽ ഡീസൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല. കാരണം ഇന്ത്യക്ക് അതിനുള്ള ആ കരുത്ത് എവിടെ നിന്ന് ലഭിക്കുന്നു? അതാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നിലപാടിലൂടെ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ കണക്ക് പരിശോധിക്കുകയാണ്, 2700 ടൺ ഡീസലാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്തത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഇത് 1.9% മാത്രമായിരുന്നു. ഇന്നത് പരിശോധിക്കുമ്പോൾ 15.5% മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, മറ്റൊരു കാര്യം, ഈ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നതിനാൽ അവിടെ നിന്നും എണ്ണ വാങ്ങി ഇന്ത്യ അത് തുർക്കിയും റൊമേനിയയും വഴി ഉക്രൈനിലേക്ക് എത്തിക്കുകയാണ്. ഉക്രൈനും അതോടൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങളിലെയും ഗ്രീസിനെയും അടക്കമുള്ള രാജ്യങ്ങളെ പിന്തള്ളിയാണ് ഇന്ത്യയുടെ ഈ വലിയ മുന്നേറ്റം. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപിന്റെ ഈ ഭീഷണി ഉണ്ടല്ലോ, തീരുവ ഭീഷണി, അത് വെറും വെള്ളത്തിൽ വരച്ച വരയായി മാറുകയാണ്. ഇന്ത്യ പുതിയ ഇടങ്ങൾ കണ്ടെത്തുകയാണ്, യൂറോപ്പിലേക്ക് ഇന്ത്യയുടെ വ്യാപാരം വർദ്ധിപ്പിക്കുകയാണ്. അതിന്റെ ഒരു തുടക്കം തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചൈന സന്ദർശനവും. ഇന്ത്യ പുതിയ 40 മാർക്കറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നു, പുതിയ കമ്പോളങ്ങൾ കണ്ടെത്തുകയാണ്. ഇന്ത്യയുടെ സാധനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാൻ അറിയാം, അല്ലാതെ ഈ അമേരിക്കയ്ക്ക് പിന്നിൽ ഓടിയിരുന്ന കാലമല്ല. ആ കാലമെല്ലാം മാറിയതായി ട്രംപിന് തന്നെ അറിയാമെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ചില ഉപദേശകർ ഉണ്ടല്ലോ, അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അവർക്ക് മനസ്സിലാകുമ്പോഴേക്കും അമേരിക്കയിലെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങേണ്ടി വരും. അത് ഇന്ത്യയോട് മാത്രമല്ല, പല രാജ്യങ്ങളോടും, അമേരിക്കയോട് സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളോടും ട്രംപിന്റെ നയം ഇതാണ്. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അവിടുത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞരും അതോടൊപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധരും മുൻ സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പറയുകയാണ്. സൗഹൃദ രാജ്യങ്ങളെ പിണക്കാൻ അമേരിക്ക നിൽക്കരുത്, അമേരിക്ക ഇതിൽ നിന്നും പിന്നോട്ട് പോകണം, ട്രംപ് സ്വന്തം നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അവർ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പിണക്കാൻ ശ്രമിക്കുകയാണ്, യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളെ പിണക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലൂടെ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് അമേരിക്ക എന്ന രാജ്യത്തിനാണ്. അമേരിക്കയ്ക്ക് പഴയ പകിട്ടൊന്നും നിലവിലില്ല, വലിയ രീതിയിൽ കടത്തിലേക്ക് മാറുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറാൻ ശ്രമിക്കാനുള്ളതിന് മറ്റു രാജ്യങ്ങളെ പിണക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യങ്ങളാണ് ചൈനയായാലും ഇന്ത്യയായാലും ബ്രസീലായാലും. ഈ രാജ്യങ്ങൾക്ക് മുഴുവൻ തീരുവ ചുമത്തുകയാണ്. ഈ തീരുവ ചുമത്തിയത് കൊണ്ട് എന്താണ് ഈ രാജ്യങ്ങൾക്ക് നഷ്ടം? കുറച്ച് നഷ്ടമുണ്ടാകാം. പക്ഷേ ഈ രാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ, ഇവിടുത്തെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ ചൈനയും ഈ ബ്രസീലും അതോടൊപ്പം തന്നെ ഇന്ത്യയും എല്ലാം പരസ്പരം കമ്പോളങ്ങളായി മാറുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അവിടെ എന്താണ് റോള്? ഇത് ട്രംപ് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇപ്പോൾ യുക്രൈനുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കാം.
ആദ്യം ട്രംപ് അധികാരത്തിൽ വരും മുമ്പ് പ്രചരണത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നതാണ്, അദ്ദേഹം അവകാശപ്പെട്ടിരുന്ന രണ്ട് കാര്യങ്ങളാണ്: ഇസ്രായേലും അതോടൊപ്പം തന്നെ ഗാസയും തമ്മിലുള്ള, പാലസ്തീൻ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന്. അതെന്ത് സംഭവിച്ചു? പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഇതാണ്: ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിക്കുമെന്ന്. ആ ഉക്രൈനാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ത്യയിൽ നിന്നും ഡീസൽ ഇറക്കുമതി ചെയ്യുന്നത്. അതോ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ ഈ ട്രംപിന്റെ അവസ്ഥ നോക്കിയോളൂ. ട്രംപ് ഒരു ഭാഗത്ത് ഇന്ത്യക്കെതിരെ സംസാരിക്കുമ്പോൾ, ഇന്ത്യക്ക് തീരുവ ചുമത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത്, ഡീസൽ വാങ്ങുന്നത് ഈ യൂറോപ്യൻ രാജ്യമായ ഉക്രൈനാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്തകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഉക്രൈൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, അമേരിക്ക ചെയ്യുന്നത് പോലെ ഇന്ത്യയെ ഒതുക്കാനായി നിങ്ങളും തീരുവ ചുമത്തുമെന്നാണ്. അതെല്ലാം ഏതെങ്കിലും രാജ്യങ്ങൾ കേൾക്കുമോ? കാരണം എല്ലാ രാജ്യത്തിനും സ്വന്തം താല്പര്യമാണ് വലുത്. അത് ഇന്ത്യ ആയാലും യൂറോപ്യൻ രാജ്യങ്ങൾക്കായാലും. ഇന്ത്യ ചെയ്യുന്നത് എന്താണ്? കുറഞ്ഞ വിലയിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുകയാണ്. അത് ഇന്ത്യൻ മണിയിൽ തന്നെ. മറ്റ് രാജ്യങ്ങളിൽ നിന്നും നമുക്ക് വാങ്ങുമ്പോൾ അത് ഡോളറിലേക്ക് വാങ്ങാനായി കഴിയുകയുള്ളൂ. പക്ഷേ റഷ്യയിൽ നിന്നും ഈ രൂപയിൽ വാങ്ങുന്നത് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഇന്ത്യക്ക് ഉണ്ടാകുന്നത്. അതങ്ങനെ വെറുതെ കളയാൻ ഇന്ത്യ തയ്യാറാകുമോ? അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഉറച്ച സ്വരത്തിൽ പറയുന്നത്, ജയശങ്കർ അടക്കമുള്ളവർ ഉറച്ച സ്വരത്തിൽ പറയുന്നത്, ഞങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങും, അത് മാറ്റം വരുത്തി അത് ഡീസലാക്കി മറ്റ് ഉൽപ്പന്നങ്ങളാക്കിയും യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട്, അത് അമേരിക്കയ്ക്കും ഞങ്ങൾ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങുക, അല്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. അമേരിക്കയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ വാങ്ങണ്ട, ഞങ്ങൾ വേറെ കമ്പോളങ്ങളിൽ വിൽക്കാം. അതാണ് ഒരു കമ്പോളമായി ഉക്രൈൻ തന്നെ മാറ്റിയിരിക്കുന്നത്. വരും കാലങ്ങളിൽ എന്താണ് ട്രംപ് ഇതിനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് വലിയ ഈഗോയാണ്. അതോടൊപ്പം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു നൊബേൽ സമ്മാനം ലഭിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുക. അദ്ദേഹം അത് ലക്ഷ്യമിട്ടാണ് എനിക്ക് തോന്നുന്നു അന്ന് പ്രചരണ കാലത്ത് തന്നെ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. ഇത് ആരോ അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ലോക പ്രസിദ്ധി നേടണമെങ്കിൽ, ചരിത്രത്തിൽ ഇടം പിടിക്കണമെങ്കിൽ ഒരു നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടണമെന്ന് ആരോ ഉപദേശിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു തലവേദനയായി മാറിയത് ഇന്ത്യക്ക് തന്നെയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടായപ്പോൾ ഏറ്റവും അവസാനം പറയുകയാണ്, അദ്ദേഹം ഇപ്പോൾ തന്നെ 20-30 തവണ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് എല്ലാം നിർത്തലാക്കിയത്, ഞാനാണ് എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയത്. പക്ഷെ ഇന്ത്യ അതിന് മറുപടി നൽകുകയാണ്. അങ്ങനെ മൂന്നാമതൊരു രാജ്യം ഇതിൽ ഇടപെട്ടിട്ടില്ല. അത് മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് സൈനികപരമായും സാമ്പത്തികപരമായും വളരെ പിന്നോക്കാവസ്ഥ നിന്ന കാലത്തും ഇന്ത്യ ആ നിലപാടിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അത് നരേന്ദ്രമോദിയോ ഇന്ദിരാഗാന്ധിയോ നെഹ്റുവോ അങ്ങനെ ഒരു രാഷ്ട്രീയം കാണുന്നില്ല. അത് ഇന്ത്യയുടെ നിലപാടാണ്. മറിച്ച് നാളെ മറ്റൊരു നേതാവ് വന്നാലും ഇന്ത്യയുടെ നയത്തിൽ ഉറച്ചു നിൽക്കും. ഇന്ത്യയും മറ്റൊരു രാജ്യവുമായി പ്രശ്നത്തിൽ വരുമ്പോൾ മൂന്നാമതൊരു രാജ്യം ഇടപെടണ്ട എന്നത് ഇന്ത്യയുടെ നിലപാടാണ്. അവിടെ രാഷ്ട്രീയമില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് പകരം ആ കസേരയിൽ മറ്റൊരു പ്രധാനമന്ത്രി വന്നാലും ഇത് തന്നെയായിരിക്കും ഇന്ത്യയുടെ നിലപാട്. ആ നിലപാടിൽ മാറ്റം വരുന്നില്ല. അത് മാറ്റം വരുത്താൻ ഏതെങ്കിലും രാജ്യം ശ്രമിക്കാൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ ഇന്ത്യ അത് അംഗീകരിച്ചു കൊടുക്കാനും പോകുന്നില്ല. അത് തന്നെയാണ് നാം ഈ ട്രംപുമായി ബന്ധപ്പെട്ട് കണ്ടത്. പിന്നീട് ഇപ്പോൾ അർമേനിയയും മറ്റേതോ രാജ്യവും എല്ലാം ഇദ്ദേഹത്തെ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം നൽകണമെന്ന്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രതിസന്ധിയുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല. ഇന്ത്യ കൃത്യമായി കമ്പോളം കണ്ടെത്തി ഉക്രൈനിൽ പോലും ഡീസൽ കച്ചവടം നടത്തിയ ഒരു കച്ചവടക്കാരനായി ലോകത്തെ പ്രധാന രാജ്യമായി മാറുകയാണ്. അത് ട്രംപ് ഇനിയെങ്കിലും തിരിച്ചറിയുക. ട്രംപ് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നഷ്ടം അമേരിക്കയ്ക്കാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്കറിയാം, ശത്രു രാജ്യങ്ങളായ ചൈനയും അതോടൊപ്പം തന്നെ ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ്. അങ്ങനെ അടുക്കുമ്പോഴും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്.